നമുക്കിന്ന് എളുപ്പത്തിലൊരു റമദാൻ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. റമദാനിന് മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇത് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സ്റ്റിക്കില്ലാതെയും ബോണ്ടയുടെ ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ, അതിലേക്ക് വലിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു 2-3 ബ്രെഡ് കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്തത്. ഗരം മസാലയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചേർത്തത് ചിക്കൻ മസാലയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മിക്സിയിലിട്ട് നന്നായിട്ടത് അരച്ചെടുക്കണം. നല്ല രീതിയിൽ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് 2 പാർട്ടാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം, ഒരുമിച്ച് വേണമെങ്കിലും അങ്ങനെ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. അത് കുഴച്ച് നമുക്ക് ബോൾ പോലെ ആക്കിയെടുക്കണം. ഇതുപോലെ കുറച്ച് മാവ് കയ്യിലേക്ക് എടുത്ത് നമുക്കിതുപോലെ റൗണ്ടാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുക. എന്നിട്ട് അതിന് വേണ്ടി നമുക്ക് ആദ്യം ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ബോള് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട്, ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, അല്ലാത്ത സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ബോളുകളാക്കി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് അതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിക്കി ആവുന്ന രീതിയിൽ വേണം നമ്മൾ ബോള് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഈ ഐറ്റം വെച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലേക്ക് സ്പ്രെഡായി പോകും. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്ത് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച്, ഇത് ബോളായതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ചിക്കനൊക്കെ വേവിക്കാതെയാണല്ലോ ചേർത്തത്. നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് മാറുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്തെടുത്ത് അതിൻ്റെ ഓരോ വശവും തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ വശവും ഒരുപോലെ മുരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണ്ടാവും. ഇത് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ മയണൈസ് ഉപയോഗിക്കാം, ഹോം മെയ്ഡ് മയണൈസ്, അതുപോലെ ടൊമാറ്റോ സോസ്, ഇതൊക്കെ കൂട്ടി നമുക്കിത് സ്നാക്കായിട്ട് കഴിക്കാം. ഇഫ്താർ ഒരു വിഭവമായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.